നമസ്കാരം എല്ലാവർക്കും ഹൈഫൈ ജോബ്സിന്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേരള പോലീസിൽ നിലവിലുള്ള ഒഴിവുകളെ കുറിച്ചാണ്. കേരള പോലീസിന്റെ വിവിധ ബറ്റാലിയനുകളിലേക്കായി 230ഓളം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കേരള PSC തന്നെയാണ് ഈ ഒരു റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ അതിന്റെ വിശദാംശങ്ങൾ, അപ്പോൾ കേരള PSC അതിന്റെ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിരുന്നു. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു നോട്ടിഫിക്കേഷനിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഇതാണ് നവംബർ 16-ന് കേരള PSC പുറത്തിറക്കിയ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. ഈ ഒരു നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കേരള പോലീസിന്റെ കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ നിയമനം നടത്തുവാൻ പോകുന്നത്. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വഴിയാണ് നിയമനം നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ കാറ്റഗറി നമ്പർ 251/2020 ആണ്. അവസാന തീയതി 23/12/2020 ആണെന്ന് നോട്ടിഫിക്കേഷന്റെ തുടക്കത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കേരള PSC ലോഗിൻ ചെയ്തതിനു ശേഷം, ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ആളുകൾ കേരള PSC ലോഗിൻ ചെയ്തതിനു ശേഷം അവരുടെ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന കാറ്റഗറി നമ്പർ 251/2020 നിങ്ങൾക്ക് പരിശോധിച്ച് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഇതൊരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ആണെന്ന് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അതായത് ഷെഡ്യൂൾഡ് ട്രൈബ് കാൻഡിഡേറ്റ്സിന്, ST കാൻഡിഡേറ്റ്സിനാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഏകദേശം 230ഓളം ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 230ഓളം ഒഴിവുകളിലേക്ക് ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷനുള്ള ആളുകൾ എന്തായാലും തീർച്ചയായും അപേക്ഷിക്കുക. മാത്രമല്ല ST കാൻഡിഡേറ്റ്സിന് +2 ആണ് അടിസ്ഥാന യോഗ്യത ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ +2 യോഗ്യതയുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. ഈ ഒരു ST കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. കാരണം അവർക്കായി റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളാണിത്. അപ്പോൾ ഏകദേശം 230ഓളം ഒഴിവുകളുണ്ട്. അപ്പോൾ അവർക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. താഴോട്ട് വന്നു കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ഡിപ്പാർട്ട്മെന്റ് കേരള പോലീസ് സർവീസ് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഫ്രം ST ഓൺലി എന്നാണ് ഇവിടെ നൽകിയത്. അപ്പോൾ ST കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അപേക്ഷിക്കാൻ കഴിയുക. പോസ്റ്റിന്റെ പേര് പോലീസ് കോൺസ്റ്റബിൾ എന്ന് തന്നെയാണ്. ആംഡ് പോലീസ് ബറ്റാലിയൻ പോലീസ് കോൺസ്റ്റബിൾ എന്നാണ് നെയിം ഓഫ് ദ പോസ്റ്റ് നൽകിയിരിക്കുന്നത്. ഒരു നോട്ട് പോലെ, ഒരു പ്രത്യേക നോട്ട് പോലെ ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് സ്ത്രീകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം പറഞ്ഞു. മാത്രമല്ല ഡിഫറൻ്റ്ലി ഏബിൾഡ്, അതായത് വികലാംഗർക്കും ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്ത്രീകൾക്കും അതുപോലെ തന്നെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്കും ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 22,200 രൂപ മുതൽ 48,000 രൂപ വരെ ആയിരിക്കും ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിന് നിങ്ങൾക്ക് ലഭിക്കുന്ന സാലറി. ഇനി ഓരോ ബറ്റാലിയനുകളിലും എത്തരത്തിലാണ് വാക്കൻസികൾ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ ബറ്റാലിയൻ വൈസായി തന്നെ ഓരോ ജില്ലയിലും ഓരോ ബറ്റാലിയനുകളിലും നിലവിലുള്ള ഒഴിവുകളെ കുറിച്ച് ഇതിൽ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബറ്റാലിയനിലേക്ക് മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുക. അപ്പോൾ ഇത്തരത്തിലാണ് ഒഴിവുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരം ബറ്റാലിയനിൽ 33 ഒഴിവുകളും, പത്തനംതിട്ട ബറ്റാലിയനിൽ 36 ഒഴിവുകളും, ഇടുക്കി ബറ്റാലിയനിൽ 28 ഒഴിവുകളും, എറണാകുളം ബറ്റാലിയനിൽ 31 ഒഴിവുകളും, തൃശൂർ ബറ്റാലിയനിൽ 34 ഒഴിവുകളും, മലപ്പുറം ബറ്റാലിയനിൽ 35 ഒഴിവുകളും, കാസർഗോഡ് ബറ്റാലിയനിൽ 33 ഒഴിവുകളുമാണ്. അപ്പോൾ അത്തരത്തിൽ 230ഓളം ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒഴിവുകളെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു ബറ്റാലിയനിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ 7 പോലീസ് ബറ്റാലിയനുകളിലേക്കാണ് ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് നടത്തുവാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടേബിൾ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യുക. ഒഴിവുകളുടെ എണ്ണമെല്ലാം നോക്കി ഏത് ബറ്റാലിയനിലേക്കാണ് നിങ്ങൾ അപേക്ഷിക്കുന്നതെന്ന് സെലക്ട് ചെയ്തതിനു ശേഷം അതിലേക്ക് അപേക്ഷിക്കുക. അപ്പോൾ എക്സാം കഴിഞ്ഞതിന് ശേഷം ഓരോ ബറ്റാലിയന്റെയും റാങ്ക് ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ടാണ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ഏജ് ലിമിറ്റ് ഇവരുന്ന ST കാൻഡിഡേറ്റ്സിന് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 18 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ 18 വയസ്സ് മുതൽ 31 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി തൊട്ട് താഴെയായി ക്വാളിഫിക്കേഷൻ ഇവിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ +2 പാസ്സായിരിക്കണം എന്നുള്ളൊരു അടിസ്ഥാന യോഗ്യതയാണ് ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിന് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത. അപ്പോൾ +2 പാസ്സായ ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഈ പറയുന്ന പോലീസ് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മാത്രമല്ല +2 ഫെയിലായ ആളുകൾക്കും ഒരു അവസരമുണ്ട്. അതായത് അപേക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം, അതായത് ഈ ഒരു ST കോട്ട ഫില്ലപ്പ് ചെയ്യാനുള്ള കാൻഡിഡേറ്റ്സ്, ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഇല്ല എങ്കിൽ +2ൽ ഫെയിലായ ആളുകളെ കൂടി പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും +2 ആണ് അടിസ്ഥാന യോഗ്യത. +2 പാസ്സായ ആളുകൾക്ക് ഈ പറയുന്ന +2 പാസ്സായ ST കാൻഡിഡേറ്റ്സിനെ ഈ പറയുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, കേരള PSCയിൽ നിങ്ങൾ നൽകിയിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ക്ലെയിമും അതോടെ തന്നെ SLC ബുക്കിലുള്ള നിങ്ങളുടെ കമ്മ്യൂണിറ്റിയും വ്യത്യാസപ്പെടരുത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക.
SLCയിൽ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആ ഒരു കമ്മ്യൂണിറ്റി തന്നെയായിരിക്കും നിങ്ങൾ കേരള PSCയുടെ ആ ഒരു വെബ്സൈറ്റിൻ്റെ പ്രൊഫൈലും നിങ്ങൾ ആഡ് ചെയ്തിരിക്കേണ്ടത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. വെവ്വേറെ മിസ്മാച്ച് ഉണ്ടായിരിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസ് ആവശ്യപ്പെട്ടില്ല. അപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിച്ചു. ഇനി വേണ്ട ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ മിനിമം 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടായിരിക്കണം. ചെസ്റ്റ് മിനിമം 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് അളവ് ഉണ്ടായിരിക്കണം. മാത്രമല്ല എക്സ്പാൻഷൻ സമയത്ത് നിങ്ങൾക്ക് 5 സെൻറ്റിമീറ്റർ അത് വികസിപ്പിക്കുവാനുള്ള ശേഷി കൂടി ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്തരത്തിലാണ് ഹൈറ്റും ചെസ്റ്റും ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ സെക്ഷനിലൂടെ നൽകിയിരിക്കുന്നത്. ഇനി തൊട്ട് താഴെയായി നിങ്ങൾക്ക് നല്ലൊരു ഐസൈറ്റ്, നിങ്ങൾക്ക് വളരെ മികച്ചൊരു കാഴ്ചശക്തി കൂടി ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതായത് കണ്ണട ഉപയോഗിക്കാതെ ഇതിൽ പറയുന്ന ഡിസ്റ്റൻറ്റ് വിഷൻ, നിയർ വിഷൻ എന്നിങ്ങനെയുള്ള 2 കാറ്റഗറികളായി വലത് കണ്ണിലെയും ഇടത് കണ്ണിലെയും നിങ്ങളുടെ ആ ഒരു വിഷൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞ രീതിയിൽ തന്നെ ഉണ്ടായിരിക്കണം. 6/6 സ്നെല്ലൻ, അതുപോലെ തന്നെ 0.5 സ്നെല്ലൻ എന്നിങ്ങനെയുള്ള സ്പെസിഫിക്കേഷൻസിൽ നിങ്ങൾക്ക് വളരെ മികച്ചൊരു കാഴ്ചശക്തി ഉണ്ടായിരിക്കണം എന്നാണ് നൽകിയിരിക്കുന്നത്. മാത്രമല്ല കളർ ബ്ലൈൻഡ്നെസ് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാനും പാടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ കൃത്യമായി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഹാജരാക്കേണ്ടി വരും. അത് എക്സാം സമയത്ത് ആവശ്യമില്ല. നിങ്ങളുടെ ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് ഈ പറയുന്ന ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഇതെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഒരു ഗവൺമെൻറ് അംഗീകൃത മെഡിക്കൽ ഓഫീസറിൽ നിന്ന് നിങ്ങൾ വാങ്ങി വെക്കേണ്ടതുണ്ട്. അത് എക്സാമിൻ്റെ സമയത്ത് ആവശ്യമില്ലാതെ ഫിസിക്കൽ ടെസ്റ്റിന് നിങ്ങൾ അപ്പിയർ ചെയ്യുന്ന സമയത്താണ് അത് ഹാജരാക്കേണ്ടത്. ബാക്കിയുള്ള ഈ ഹൈറ്റും അതുപോലെ തന്നെ ചെസ്റ്റ് പോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സെലക്ഷൻ സമയത്ത് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്തായിരിക്കും അത് അവർ അവിടെ വെച്ച് തന്നെയായിരിക്കും ഇതെല്ലാം കണക്കാക്കുക. ഇതെല്ലാം അവർ അവിടെ വെച്ചായിരിക്കും അളക്കുക. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി തൊട്ട് താഴെയായി ഏതൊക്കെ ഫിസിക്കൽ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് എന്നിവിടെ നൽകിയിട്ടുണ്ട്. അതായത് 8 ഇവൻറ്റുകളാണുള്ളത്. അതിൽ ഏതെങ്കിലും 5 ഇവൻറ്റുകൾ നിങ്ങൾ പാസ് ആവണം എന്നുള്ളതാണ് ക്വാളിഫിക്കേഷനായി ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിരിക്കുന്ന 8 ഇവൻറ്റുകളിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ് ആവേണ്ടതുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവൻറ്റുകൾ. അതായത് 100 മീറ്റർ റണ്ണ് നിങ്ങൾ 14 സെക്കൻഡിൽ പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ഹൈ ജമ്പ് 132.20 സെൻറ്റിമീറ്ററിലാണ് നിങ്ങൾ ചാടേണ്ടത്. ലോങ് ജമ്പ് അതുപോലെ തന്നെ 457.20 സെൻറ്റിമീറ്റർ നീളത്തിലാണ് നിങ്ങൾ ചാടേണ്ടത്. അതുപോലെ തന്നെ ഷോർട്ട് പുട്ട് 7264 ഗ്രാം ഭാരം വരുന്ന ഷോർട്ട് പുട്ട് നിങ്ങൾ 609.60 സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് എറിയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ത്രോ ഇൻ ദ ക്രിക്കറ്റ് ബാൾ നിങ്ങൾ 6096 സെൻറ്റിമീറ്റർ ദൂരത്തേക്ക് എറിഞ്ഞെത്തിക്കണം. അതോടെ തന്നെ റോപ്പ് ക്ലൈംബിംഗ്, കൈകൾ മാത്രം ഉപയോഗിച്ചുള്ള റോപ്പ് ക്ലൈംബിംഗ് നിങ്ങൾ 365.80 സെൻറ്റിമീറ്റർ ഉയരത്തിൽ നിങ്ങൾ അത് ക്ലൈംബ് ചെയ്യണം. അതോടെ തന്നെ പുള്ളപ്പോ അല്ലെങ്കിൽ ചിന്നിങ്ങോ നിങ്ങൾ 8 തവണ എടുക്കണം. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 1500 മീറ്റർ ഓട്ടം ഉണ്ടായിരിക്കും. അത് നിങ്ങൾ 5 മിനിറ്റ് 44 സെക്കൻഡിനുള്ളിൽ ഈ പറയുന്ന 1500 മീറ്റർ ഓട്ടം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള 8 ഇവൻറ്റുകളാണുള്ളത്. ഇതിൽ ഏതെങ്കിലും 5 ഇവൻറ്റുകളിൽ നിങ്ങൾ ക്വാളിഫൈഡ് ആയാൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിയമനം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിന് കൂടി നിങ്ങൾ പ്രിപ്പയർ ആവേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ടേബിൾ നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കി ഏതൊക്കെ ഇവൻറ്റ്സ് ആണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയുക എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇനി തൊട്ട് താഴെ നിങ്ങൾ ഹാജരാക്കേണ്ട ആ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഫോമിന്റെ മാതൃക ഇവിടെ നൽകിയിട്ടുണ്ട്. അസിസ്റ്റന്റ് സർജൻ റാങ്കിൽ കുറയാത്ത ഏതെങ്കിലും ഒരു മെഡിക്കൽ ഓഫീസർ ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ഫോം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഫോമിലായിരിക്കും നിങ്ങളത് വാങ്ങേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഭാഗമായി നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റിൻ്റെ സമയത്ത് ഇത് ഹാജരാക്കേണ്ടി വരും. നിങ്ങൾ ഈ പറയുന്ന എക്സാമും അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 9 മാസത്തെ ഒരു ട്രെയിനിങ്, ഒരു പോലീസ് ട്രെയിനിങ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അത് പോലീസ് ട്രെയിനിങ് കോളേജിൽ വെച്ച് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ 9 മാസത്തെ ഒരു ട്രെയിനിങ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു 9 മാസത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കൊരു പ്രൊബേഷൻ പീരീഡ് ഉണ്ടായിരിക്കും. അത് 2 വർഷത്തെ ഒരു പ്രൊബേഷണറി പീരീഡ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലാണ് നിങ്ങളുടെ ട്രെയിനിങ്ങും കാര്യങ്ങൾ പ്രൊബേഷനും എല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കേരള PSC വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ST കാറ്റഗറിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് ഇത് വളരെ മികച്ചൊരു അവസരമാണ്. കേരള പോലീസിൻ്റെ ഭാഗമാവാൻ നിങ്ങൾക്ക് വളരെ മികച്ചൊരു അവസരം തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം 230ഓളം ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല ഓരോ ബറ്റാലിയനുകളിലേക്കും വ്യത്യസ്തമായിട്ടുള്ള റാങ്ക് ലിസ്റ്റ് കൂടി അവർ പ്രസിദ്ധീകരിക്കും. ഏതെങ്കിലും ഒരു ബറ്റാലിയനിലേക്ക് വേണ്ടി നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റ് എല്ലാം ഈ നോട്ടിഫിക്കേഷൻ തുടക്കത്തിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം പരിശോധിക്കുക. അപ്പോൾ എന്തായാലും ST കാറ്റഗറിയിലുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ തീർച്ചയായും ഷെയർ ചെയ്ത് നൽകുക. കാരണം ഇത് അവർക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ അവർക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എന്തായാലും ST കാറ്റഗറിയിലുള്ള ആളുകൾക്ക് ഇത് വളരെ മികച്ചൊരു അവസരം തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ചാൻസ് മിസ്സാക്കാതെ ഇരിക്കുക. അപ്പോൾ ST കാറ്റഗറിയിലുള്ള നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും നമുക്കറിയാം കേരള PSC വഴി ലോഗിൻ ചെയ്തതിന് ശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇനിയും രജിസ്റ്റർ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഉടനെ തന്നെ കേരള PSCയുടെ ഈ ഒരു വെബ്സൈറ്റിൽ കേരള PSC തുളസി എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ വന്ന് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ലോഗിൻ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്കും കേരള PSC തുളസിയുടെ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് വഴി നിങ്ങൾക്ക്
ഇപ്പോൾ തന്നെ വൺ ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിക്കാവുന്നതാണ്, ഒറ്റ ക്ലിക്കിൽ അപേക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഈ ഒരു നോട്ടിഫിക്കേഷന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാ ആളുകളും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. അപ്പോൾ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.